പാട്ടൊക്കെ പാടിക്കൊണ്ട് പോകണത് നമ്മൾ ഷാർജയ്ക്ക് അടുത്തുള്ള അൽജാദ എന്ന് പറയാനുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടെന്ന് കേട്ടു. നന്ദുട്ടന് കളിക്കുകയും ചെയ്യാം, പിന്നെ ഒരു ചെറിയൊരു എൻ്റർടൈനിങ്ങും ആവുമല്ലോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. എന്നാലും വൈകുന്നേരം ഒരു ഇരുടാവാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 8ൻ്റെ പണി കിട്ടിയിട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറി പാർക്ക് ചെയ്യാണ്ടായിരുന്ന ഞങ്ങൾ വീണ്ടും വേറെ എൻട്രൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വേറൊരു റൂട്ടിലേക്ക് കയറിയപ്പോൾ പിന്നെ ഞങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് എവിടേക്കൊക്കെയോ പോയിട്ടാണ് ഒരു മുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ടാവും. പിന്നെ റിട്ടേൺ തിരിച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും പക്ഷേ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും ഒരു അടിപൊളി വൈബുള്ളൊരു ഏരിയ തന്നെയാണ് അൽജാദയിൽ. പോയിട്ടില്ലാത്തവർ, ഷാർജയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി അങ്ങോട്ട് പോയാലോ എന്ന് പിന്നെ ഇങ്ങനെ വിചാരിച്ച് പോകും. കാരണം ഒരു 5 പൈസയ്ക്ക് ചിലവില്ല കേട്ടോ നമുക്കവിടെ. ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യുക, കുറേ നേരം ഇരിക്കുക, കുറേ നേരം ഫോട്ടോസ് എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ ഏരിയാസ് ഉണ്ട്. എന്താണെന്നറിയില്ല, എൻ്റെ നാവ് ഭയങ്കരമായിട്ട് ഉടക്കുണ്ടല്ലോ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അതിനകത്ത് അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയാസ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അങ്ങനെ നാട്ടിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുന്നത് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇനി ഷാർജയിലൊക്കെ ഉള്ളവരാണ്, എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി സെർച്ചിങ്ങിലാണ്, എവിടേക്കാണ് പോകുന്നത്, അടുത്ത ഞായറാഴ്ച പോവുക അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡിൽ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൽജാദ ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം നമുക്ക് അടിച്ച് പൊളിച്ച് നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസും പിന്നെ അടിപൊളി ഒരു പച്ചപ്പിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കുക, കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. നമുക്ക് ഫാമിലി മീറ്റപ്പിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, കുറേ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് എത്തിയ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുടൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സൈക്കിൾ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സൈക്കിൾ ക്യാഷ് കൊടുത്തിട്ട് അത് QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് എടുത്തിട്ടൊക്കെ വേണം. നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയ സമയത്ത് അത് സ്കാൻ ചെയ്യാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ടൈം എന്തായാലും ഓൾറെഡി കുറേ ആയിട്ടുണ്ട്, ഇരുടാവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വരുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ അവിടെ പോകാണ്ടായി. അങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് നന്ദൂട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇനിയൊരു കാര്യം, ഇന്നലെ ഞങ്ങൾ അബുദാബിയിലെ ഹിന്ദു ടെമ്പിൾ സന്ദർശിച്ചിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു അവിടെ. ശരിക്കൊരു നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൽ പോയാൽ, പക്ഷേ ഭയങ്കര വലിയ ഒരു അമ്പലമാണ്. ഒരുപാട് പ്രതിമകളും ഇതൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് വരുന്ന വഴി ഇവിടെയും കൂടി കയറി. കാരണം കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോയിട്ട് റൂമിൽ പോയിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവിടെയും കൂടി കയറി. പിന്നെ നന്ദുട്ടൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, സൈക്കിൾ ഓട്ടണം എന്നുണ്ടായിരുന്നെന്നും. അപ്പോൾ അതും കൂടി നടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾസ് ഉണ്ടോ, എന്ത് അടിപൊളിയല്ലേ, നല്ല വൈബാട്ടോ. അവിടെ ഇരിക്കുമ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നിട്ടാണ്. അതിൻ്റെ മുകളിലൊക്കെ ഒരു കുന്ന് പോലത്തെ ഒരു സംഭവം, ഒരു സ്ഥലം, കുറച്ച് എഗറുള്ള സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് മരങ്ങളും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോ എടുത്തു. ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടാൻ ടൈം കിട്ടിയത്. ഞാൻ അതിൻ്റെ മുൻപോട്ടായിട്ട് നമ്മുടെ നാട്ടിൽ കുറേ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടായല്ലോ. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കയറി, നല്ല മഴയൊക്കെ പെയ്തിട്ട് നിറച്ച് വെള്ളം കയറി നിൽക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇതിനൊന്നുമുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല, ഒന്നും ഇടാനായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ വയനാട്ടിൽ ഓൾമോസ്റ്റ് സെർച്ചിങ്ങൊക്കെ ഒരു ഇതായിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഇനി ഒരുപാട് പേരെ കിട്ടാനുണ്ട്, പക്ഷേ അത് പോസിബിൾ ആണോ എന്നൊന്നും അറിയില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. കാരണം
എന്താ പറയുക, അതിൽ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഓരോ ദിവസവും നമുക്കും വിലപ്പെട്ടതാണ്. കാരണം നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങളിവിടെ നടന്ന് കാണുകയാണ്. നന്ദുട്ടനാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെയും പിന്നാലെ തന്നെ കേട്ടോ. എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളൊരു ഭാഗത്ത് മൂപ്പര് ഇരുത്തില്ല കേട്ടോ. കാരണം കുട്ടിക്ക് കളിക്കാൻ പോകണമെന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ വേണം, ഞങ്ങളവിടെ ഇരിക്കണം. ഞങ്ങളെങ്ങോട്ടൊന്നും നടക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. എന്താ അതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അവൻ ഞങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ നടക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറേ സ്കേറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. കുറേ ഉണ്ട്, വലുതും ചെറുതുമായിട്ടുള്ളതൊക്കെ ഉണ്ട്. ട്രെയിനീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ട്രെയിൻ ചെയ്യിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വരണുണ്ട് കേട്ടോ. ഫാമിലീസ് തന്നെ കുട്ടികളെ ഇപ്പോൾ സ്കൂളിലൊക്കെ സ്കേറ്റിങ്ങൊക്കെ ഒരു ഇതായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സ്കേറ്റിങ്ങിനൊക്കെ ചേർന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ചെറിയ കുട്ടികളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇത് സംഭവം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവർക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിലായത് ഇവരുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇവർ നേരെ കയറിയത് ആ ഒരു ഷോപ്പിലേക്കാണ്. അതിലുള്ളത് സ്കേറ്റിംഗ് ഐറ്റംസൊക്കെയാണ് കേട്ടോ. എല്ലാതും ഉണ്ട്, ഡ്രസ്സും പിന്നെ ഇതേപോലെ സ്കേറ്റിംഗ് ബോർഡും പിന്നെ കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതൊക്കെയുള്ളൊരു കുഞ്ഞു ഷോപ്പിലാണ് അവർ ആ ഷോപ്പ് നടത്തുക തോന്നുന്നുണ്ട് രണ്ടുപേരും. പിന്നെ കൂടാതെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടോ കൂടി ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നു. നന്ദുട്ടൻ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നന്ദുട്ടൻ എന്താ ഈ ഒരു സംഭവത്തിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നോടൊന്ന് വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടോ. ഈ കയറുന്നതൊന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെന്താ, അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അത് ഈ കല്ലിൻ്റെ അല്ല ഒരു തരം സ്പോഞ്ചിൻ്റെ പോലത്തെ, സ്പോഞ്ചും അല്ല, അതിനേക്കാളും കുറച്ചും കൂടി ഹാർഡാണ്. അങ്ങനെയുള്ളൊരു സംഭവം കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നതാണ് ഇന്നലെ ഞങ്ങളെടുത്ത വീഡിയോ, ഈ കഴിഞ്ഞ സൺഡേ അപ്പോൾ എടുത്തത്. അപ്പോൾ ഇവിടെ ഈ നായ്ക്കുട്ടി ഞങ്ങൾ കഴിഞ്ഞ ആ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഈ നായ്ക്കുട്ടി ഈ ഒരു സൈക്കിളിൻ്റെ ഏരിയ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ എവിടെയാണ് അതിൻ്റെ ഒരു കൂട് അത് നിൽക്കണം തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നായ്ക്കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. അതുവരെ വെറുതെ കുത്തിരുന്ന നായ്ക്കുട്ടി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഓടി സൈഡിലേക്ക് മാറിയിട്ട് ആ മരത്തിൻ്റെ അടി പോയിരുന്നാണ്ടാ. അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ നിറച്ച് കാട് പോലത്തെ ഏരിയ ഉണ്ടെന്ന്. ഇത് കാണുമ്പോൾ എനിക്ക് ആകാശഗംഗ ഫിലിമൊക്കെ ഓർമ്മ വന്നിട്ടോ. കാരണം കാട്ടിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടൂലേ പ്രേതം, അതേപോലെയൊക്കെ തോന്നി. ഇങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കണ്ണിട്ട് കാണുമ്പോൾ ഒരു ഇരുട് നിറഞ്ഞ സ്ഥലം. പിന്നെ അതിനുള്ളിൽ കുറച്ചും കൂടി ലേറ്റ് ആകുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇരുടായി വരുമ്പോഴത്തേക്കും ഒരു മഞ്ഞ ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു ഫീൽ കിട്ടും. അങ്ങനെ നന്ദുട്ടന് ഒരുവിധം കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് സെറ്റാക്കിയിട്ടാണ് ഈ ഒരു സൈക്കിൾ കിട്ടിയത്. അപ്പോൾ 10 ദിർഹത്തിനാണ് നമ്മൾ സൈക്കിൾ എടുത്തിട്ടുള്ളത്. പക്ഷെ അത്രയൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഇങ്ങനെ കാണിക്കും പൈസ ഇങ്ങനെ കൂടുന്നത്, 1 ദിർഹം പിന്നെ അങ്ങനെ കൂടുന്നത് ഇങ്ങനെ കാണിക്കും. നമുക്ക് അത്ര മതി എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്ര മതി എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതാക്കാം. പിന്നെ അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരമേ ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ടുള്ളൂ. ഒരു 8 ദിർഹം ആണ് തോന്നുന്നുണ്ട്. അതായപ്പോഴത്തേക്കും ഞങ്ങളിവിടെ കൊണ്ടുവന്ന് വെച്ചു. കാരണം ഇരുടായിരുന്നു, നല്ല ചൂടായിരുന്നു. ഇന്നലെ പൊതുവേ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ചൂടെടുക്കലും ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ ടയേർഡായിരുന്നു ഞാൻ കേട്ടോ. ഭയങ്കര വീക്കായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കുടിക്കാനൊന്നും ഇവിടുന്ന് വെള്ളം കിട്ടിയില്ല. ഒന്ന് മുഖം കഴുകാനും, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ആ വെള്ളത്തിൻ്റെ ഏരിയ പോയിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്ക് മുഖമൊക്കെ ഒന്ന് കഴുകാൻ തോന്നുന്നുണ്ടെന്നൊക്കെ. പക്ഷേ നല്ല വെള്ളമാണോന്ന് അറിയില്ലല്ലോ. അങ്ങനെ ലാസ്റ്റ് ഇതെടുത്ത് വെക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഏട്ടനൊന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ടാ. പിന്നെ ഞങ്ങളത് റിട്ടേൺ വെക്കുന്ന സമയത്ത് വീണ്ടും അത് സ്കാൻ ചെയ്യണം. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പ്ലേസ് ഉണ്ടല്ലോ, അത് ഏത് ഇതിലാണ് വെച്ചത് ഫോട്ടോ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. ഫുൾ ഓൺലൈനായിട്ടാണ് ഇത് നമ്മൾ ചെയ്യട്ടെ.
അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. നിങ്ങൾ ദുബായിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അൽജാദയിൽ വരാണെങ്കിൽ ഒന്ന് വന്നിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോയിക്കോ. പിന്നെ ഫുഡൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ആക്കത്തിൽ നമ്മൾ റൂമിലേക്ക് മടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തേക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.